ഇതിനിടയിൽ പശ്ചിമ ബംഗാളിൽ കടുത്ത രാഷ്ട്രീയ സംഘർഷാവസ്ഥ തുടരുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ 2 എംപിമാരെ ആക്രമിച്ചതിലാണ് ബിജെപിയുമായുള്ള ഏറ്റുമുട്ടൽ. എംപിമാർക്ക് നേരെയുണ്ടായത് ജനകീയ രോഷമെന്ന വിശദീകരണമാണ് ബിജെപി നൽകുന്നത്. അഭിഷേക് ബാനർജി, കല്യാൺ ബാനർജി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, തുടർച്ചയായ ആക്രമണങ്ങൾ അത് നമുക്ക് പൊതുമധ്യത്തിൽ വെച്ച് ഈ എംപിമാരെ കയ്യേറ്റം ചെയ്യുന്നു. മമതാ ബാനർജിയുടെ ആശുപത്രിയിൽ അടക്കമുള്ള സീനുകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഉടനെ ഒന്നും അടങ്ങുന്ന ലക്ഷണമില്ല അല്ലേ? വല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന രീതിയാണ് പശ്ചിമ ബംഗാളിൽ. രഞ്ജിത്ത്, ഇന്ന് ഒരു വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് മമതാ ബാനർജി. അവിടെ മമതാ ബാനർജി റാണി റഷ്മാണി റോഡിൽ ഇന്ന് ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കും. അതുകൂടാതെ കർണാടകയിൽ ഉടനീളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പലരും പിന്തുണയുമായി എത്തിയത് ഒരു ആശ്വാസമാണെന്ന് തൃണമൂൽ നേതൃത്വം പറയുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കല്യാൺ ബാനർജിയെയും അതുപോലെ അഭിഷേക് ബാനർജിയെയും ആക്രമിച്ച സംഭവത്തിൽ അതിനെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇത് BJPയുടെ വികൃതമായ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എക്സിൽ കുറിച്ചത്. മാത്രവുമല്ല, ഇത് ഈ നേതാക്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നേരെയുള്ളൊരു അക്രമമായി ഇതിനെ കാണണം. അതുകൊണ്ട് ഇത് ഒരു ഗൗരവത്തിലെടുക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ BJPയുടെ ഇത് പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധി നടത്തുന്നു. മറ്റ് പല ഇന്ത്യ മുന്നണി നേതാക്കളും പിന്തുണ അർപ്പിച്ചു മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രതിഷേധമാക്കാൻ TMC ഒരുങ്ങുന്നു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം TMC ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട 80-ൽ 60 പേരും വന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെക്കുന്നു. ഏതായാലും BJPയും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. BJP ഇത് ജനരോഷമാണ്, ഹെൽമെറ്റ് ധരിച്ച് ക്രിക്കറ്റ് കളിക്കാത്ത അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യാത്ത ആൾക്ക് നടക്കേണ്ട സാഹചര്യം ബംഗാളിൽ ഉണ്ടായതിനെ പരിഹസിക്കുന്നു. അപ്പോൾ ആളുകൾ, ജനക്കൂട്ടം ഇങ്ങനെ കള്ളൻ എന്നൊക്കെ വിളിച്ചാണ് ഇവർ ആക്രമിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നു എന്ന തരത്തിൽ, ഇത് ജനകീയ രോഷമാണെന്ന തരത്തിൽ തങ്ങൾക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലപാട് BJPയും സ്വീകരിക്കുന്നു. ഏതായാലും ഇത് വലിയ തോതിലുള്ള പ്രതിഷേധം കാളിഘട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളുമൊക്കെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ TMC ഉള്ളത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.